ഹായ് ഓൾ, വെൽക്കം ടു നോ ലൂമി. ലൂമി സ്പ്രിൻറ്റിൻ്റെ പാർട്ടായുള്ള ആപ്റ്റിറ്റ്യൂഡിൻ്റെ 18ാമത്തെ ക്ലാസ് ആണെന്ന്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് കലണ്ടറാണ്. ഓക്കെ, ഭയങ്കര സിമ്പിളായുള്ള ടോപ്പിക്കാണ്. ബട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും ചെയ്തെടുക്കാനും പറ്റില്ല. ഓക്കെ, അപ്പം കൃത്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നത് നമുക്ക് കാണാണ്ട് പഠിക്കുന്നതിന് പകരം ഫസ്റ്റുള്ള കോൺസെപ്റ്റ് എന്താണ്? ഓഡ് ഡേയ്സ്. ഓഡ് ഡേയ്സിന് ചാനൽ എന്താണെന്ന് വെച്ചാൽ ഒരു വീക്ക് എന്താ 7 ദിവസമാണ്. അപ്പം 7 ദിവസത്തിൻ്റെ കൗണ്ടിൽ വരാതെ, അതായത് ആ ഒരു 7 ദിവസം കംപ്ലീറ്റ് ആയിട്ടും ബാക്കി വരുന്ന ഡേയ്സിനാണ് എന്ത് പറയുന്നത്? ഓഡ് ഡേയ്സ് ആണ്. ജസ്റ്റ് ഒരു എക്സാമ്പിളോട് പറഞ്ഞുതരാം. നമുക്കൊരു 10 ഡേ എടുത്തു. ഓക്കെ, 10 ഡേയ്സ് എടുത്തു. അതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ എഴുതാം? 7 ഡേ പ്ലസ് എന്താക്കാം? 3 ഡേ എന്ന രീതിക്ക് എഴുതി കൂടെ. ഈ 7 ഡേ എന്താണ്? ഒരു വീക്ക് കംപ്ലീറ്റ് ആയ ഡേയ്സ് ആണ്. അപ്പം ബാക്കി എത്ര ഡേയ്സ് ഉണ്ട്? 3 ഉണ്ട് ഇല്ലേ? ഈ 3നാണ് എന്ത് പറയുന്നത്? ഓഡ് ഡേ എന്ന് പറയുന്നത്, ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ എടുക്കാം. 15ൻ്റെ കേസ്, 15 ഡേയ്സ് ആണുള്ളത്. അപ്പോൾ അതെങ്ങനെ എഴുതാം? 2 × 7 പ്ലസ് എന്തുണ്ടാവും? 1 ഉണ്ടാവും. ഇതെന്തായി? 2 വീക്ക് കംപ്ലീറ്റ് ആയി. അതായത് വീക്ക്സിൻ്റെ ഏത് കൗണ്ട് ആയാലും കുഴപ്പമില്ല, വീക്ക് കംപ്ലീറ്റ് ആയാൽ മതി. ഓക്കെ, അപ്പോൾ വീക്ക് കംപ്ലീറ്റ് ആയി ബാക്കി എത്ര ദിവസം ഉണ്ടാവും? ഒരു ദിവസം ഉണ്ടാവും. ഈ ഒരു ദിവസമാണ് എന്ത്? ഓഡ് ഡേ. ഓക്കെ, ഓഡ് ഡേ ആണ് ഇത് വരുന്നത്. അതായത് സിംപ്ലി പറഞ്ഞാൽ വീക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ബാക്കിയുള്ള വീക്ക് കംപ്ലീറ്റ് ആവാത്ത ദിവസത്തിനാണ് എന്ത് പറയുന്നത്? ഓഡ് ഡേ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് നോക്കാം. ലീപ്പ് ഇയർ. എന്താണ് ലീപ്പ് ഇയർ? നോർമൽ ഇയേഴ്സിന്, അതായത് നോർമൽ ഇയർ എത്ര ഡേയ്സ് ഉണ്ടാവും? 365 ഉണ്ടാവും. ലീപ്പ് ഇയർ ആകുമ്പോൾ എത്ര ഉണ്ടാവും? അത് 366. ഈ ഒരു ഡേ എവിടെ കൂടുന്നത്? ഫെബ്രുവരി 28 ഉള്ളത് 29 ആവും. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്? ലീപ്പ് ഇയർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഇപ്പം 1966 ഏതെങ്കിലും ഒരു ഇയർ തന്നാൽ ലീപ്പ് ഇയർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. 4 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ എന്തായിരിക്കും? അത് ലീപ്പ് ഇയർ ആയിരിക്കും. ഇൻസ്റ്റെഡ് ഓഫ് നോർമൽ ഇയർ തരുന്നതിന് സെഞ്ചുറി ആണ് തന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്? 16th സെഞ്ചുറിയോ എന്തെങ്കിലും സെഞ്ചുറി ആണ്. അതിൽ ലാസ്റ്റ് കണ്ടിട്ട് 0 ആണെങ്കിൽ എന്തായിരിക്കും? 4 കൊണ്ടല്ല ഡിവൈഡ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 400 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 400 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ലീപ്പ് ഇയർ ആയിരിക്കും. അപ്പോൾ ഇതെന്തായിരിക്കും? 60th സെഞ്ചുറി എന്തായിരിക്കും? ലീപ്പ് ഇയർ ആയിരിക്കും. ഓക്കെ, പിന്നെ നോക്കാനുള്ളത്, പിന്നെ നിങ്ങൾ അടുത്ത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ടൈം ലാഭിക്കാൻ പറ്റും. 10 ഇയേഴ്സ് എടുത്താൽ, ഏതെങ്കിലും ഒരു 100 വർഷം എടുത്താൽ അതിൻ്റെ അകത്ത് 24 ലീപ്പ് ഇയേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ 76 നോൺ ലീപ്പ് ഇയേഴ്സ് ഉണ്ടാവും. ഇതെങ്ങനെ കാണുകയെന്ന് വെച്ചാൽ 100 ഉണ്ട്. ലീപ്പ് ഇയർ ആണ് നമ്മൾ എന്താ പറഞ്ഞത്? 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 24 പ്ലസ് ബാക്കി എത്ര ഇയർ ഉണ്ട്? 100ന് 76 ഇയർ ഉണ്ട്. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. 100 ഇയർ എടുത്താൽ 24 ലീപ്പ് ഇയറും അതുപോലെ തന്നെ 76 നോൺ ലീപ്പ് ഇയേഴ്സും ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് ഓർഡിനറി ഇയേഴ്സ്. ഓർഡിനറി എന്താണ്? 365 ഡേയ്സ്. നോർമൽ ഫെബ്രുവരി 29 വരെ എന്തായിരിക്കും? 28 ആയിരിക്കും. വേറെ പ്രത്യേകിച്ച് അതിൻ്റെ അതൊന്നും പറയാനില്ല. ഈ ഒരു ടോപ്പിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം ഇതിൻ്റെ അകത്തുനിന്നാണ് എല്ലാ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഈ ഒരു കോൺസെപ്റ്റിൻ്റെ അകത്തായിരിക്കുമ്പോൾ ജസ്റ്റ് ഇത് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓർഡിനറി ഡേ എന്താണ്? 365 ഡേയ്സ് ആണ്. അത് എത്ര വീക്ക് ഉണ്ടാവുമെന്ന് എന്ത് ചെയ്താൽ മതി? 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 52 ആയിരിക്കും ഇവിടെ കിട്ടുന്ന ആൻസർ. ബാക്കി എത്ര ഉണ്ടാവും? ഒരു ഡേ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഓർഡിനറി ഇയറിൽ എത്ര ഓഡ് വീക്സ് ഉണ്ടാവും? ഓഡ് ഡേയ്സ് ഉണ്ടാവും. വീക്സ് അല്ല, ഓഡ് ഡേയ്സ് ഉണ്ടാവും. അത് 1 ആയിരിക്കും ആൻസർ. ഓക്കെ, കാരണം 52 വീക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി എത്ര ദിവസം ഉള്ളത്? ഒരു ദിവസം ഉള്ളത്. ബാക്കി ഉള്ള ദിവസത്തിന് എന്ത് പറയുന്നത്? ഓഡ് ഡേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലീപ്പ് ഇയർ ആകുമ്പോൾ എന്താണ്? 366 ആയിരിക്കും. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് വരും? 52 തന്നെ വരും. ബട്ട് എന്തുണ്ടാവും? 52 പ്ലസ് എന്തുണ്ടാവും? 2 ഡേ എക്സ്ട്രാ ഉണ്ടാവും. കാരണം 28 ഉള്ളത് ഫെബ്രുവരി 28 എന്തായിട്ടുണ്ടാവും? 29 ആയിട്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഓഡ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് 100 ഇയേഴ്സിൻ്റെ കേസിലാണ്. 100 ഇയേഴ്സ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? 76 ഓർഡിനറി ഇയേഴ്സും 24 ലീപ്പ് ഇയേഴ്സും അല്ലേ? അപ്പം 76 ഇൻറ്റു ഓർഡിനറി ഇയേഴ്സിൽ എത്ര
ഓഡ് ഡേയ്സ് ഉണ്ടാവുക? 1 അല്ലേ? 1 പ്ലസ് ലീപ്പ് ഇയറിലോ 2 ആയിരിക്കും അല്ലേ? അത് എത്ര വരിക? ആഡ് ചെയ്താൽ 124 ഓഡ് ഡേയ്സ് വരും. പക്ഷേ ഈ 124 നമുക്ക് എന്താക്കാം, പിന്നെ കമ്പൈൻ ചെയ്തിട്ട് 7 ഡേ 7 ഡേ ഓരോ വീക്ക് വെച്ച് മാറ്റാൻ പറ്റും ഇല്ലേ? അത് ചെയ്ത് നോക്കാൻ എന്ത് ചെയ്താൽ മതി? എ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. എ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്ത് വരും? 17 വീക്സും വരും. ബാക്കി എത്ര ഉണ്ടാവും? ഈ 5 ഡേയ്സ്. ഇതിൻ്റെ അകത്ത് ഈ 5 ഡേ ആണ് എന്ത്? ഓഡ് ഡേ ആയി വരുന്നത്, അല്ലാണ്ട് ഈ 124 അല്ല. കാരണം ഈ 124 നമുക്ക് പിന്നെ എന്താക്കാൻ പറ്റും? 7 ഡേ 7 ഡേ 7 ഡേ എന്ന രീതിക്ക് ഓരോ വീക്കാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ 17 വീക്കാക്കാൻ പറ്റും. എന്നിട്ട് ബാക്കി ഉണ്ടാകുക എന്താണ്? 5 ദിവസമാണ്. ഈ 5 ദിവസമാണ് എന്ത്? ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 100 ഇയേഴ്സിൽ ഏതെങ്കിലും ഒരു 100 ഇയർ എടുത്താൽ എന്ത് കിട്ടും? 5 ഡേ ഓഡ് ഡേയ്സ് കിട്ടും. അതുപോലെ തന്നെ 200 ആണെങ്കിൽ എന്താണ്? 200ന്റെ കേസ് എന്താണ്? 200 ആണെങ്കിൽ എന്താണ്? 2 100 2 100 ഇയർ കൂടുതൽ. അപ്പോൾ 5 ഇൻറ്റു ആദ്യത്തെ 100 ഇയറിൽ ഒരു 5 ഉണ്ടാവും, രണ്ടാമത്തെ 100 ഇയറിൽ ഒരു 5 ഉണ്ടാവും. അപ്പോൾ 5 ഇൻറ്റു എന്താണ്? 2 ഉണ്ടാവും. അപ്പോൾ 10 ഡേ. പക്ഷെ 10 ആണോ ഇതിൻ്റെ ആൻസർ? അല്ല. കാരണം ഈ 10ന്റെ അകത്ത് ഒരു 7 ദിവസം നമുക്ക് എന്താക്കാൻ പറ്റും? ഒരു വീക്കിലേക്ക് മാറ്റാൻ പറ്റും. ബാക്കി എത്ര ഉണ്ടാവുക? ബാക്കി ഉണ്ടാവുക 3 ഡേ ആണ്. ഈ 3 ഡേ ആണ് എന്ത്? ഓഡ് ഡേ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് 300 ഇയേഴ്സ് ആണ്. 300 ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്? 1 100 2 100 3 100. അപ്പോൾ 3 ഇൻറ്റു എന്താ ചെയ്യേണ്ടത്? 5 ആണ് ചെയ്യേണ്ടത്. 3 ഇൻറ്റു 5 എന്താ? 15 ആണ്. നമ്മൾ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് 15 ആണോ? അല്ല. കാരണം ഇത് എന്താക്കാം? 2 വീക്ക് കൂടി കൺവേർട്ട് ചെയ്യാൻ പറ്റും. 7 ഒരു വീക്ക്, 14ാമത്തെ അടുത്ത വീക്ക്, അങ്ങനെ 2 വീക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഓഡ് ഡേ എത്ര ഉണ്ടാവും? ഓഡ് ഡേ 1 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഇൻ എന്താണ്? 400 ഇയേഴ്സ്. അതായത് ഓരോ സെഞ്ചുറി കൂടുമ്പോൾ ലൈക്ക് ഓഡ് ഡേയ്സ് എത്ര ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ്? അഞ്ച് ഇൻറ്റു 4, സോറി, ഓരോ 100 ഇയറിലും 5 ആണ്. അപ്പോൾ 4 ഇൻറ്റു 5 പ്ലസ് ഇവിടെ നമ്മൾ ഒരു സാധനം കൂടെ ആഡ് ചെയ്യണം. കാരണം ഓരോ സെഞ്ചുറി എന്തായിരിക്കും? ലീപ്പ് ഇയർ ആയിരിക്കും. ലീപ്പ് ഇയർ ആകുമ്പോൾ എന്താണ്? ഒരു ദിവസം കൂടി എന്തൊരു എക്സ്ട്രാ ഒരു സെഞ്ചുറിയിൽ വരും. ഓക്കെ, അപ്പോൾ അതും കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതുണ്ട്. +1 ഈക്വൽ ടു എന്താണ്? 21. ഈ 21 എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് 3 വീക്കാക്കി നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി എത്ര ദിവസം ഉണ്ടാവും? ബാക്കി 0 ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എന്താ? ഓഡ് ഡേയ്സ് എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കേസുകൾ. പിന്നെ അതുപോലെ തന്നെ 400ന്റെ മൾട്ടിപ്പിൾ ആയ ഏത് സെഞ്ചുറി എടുത്താലും എന്തായിരിക്കും? നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് 0 ആയിരിക്കും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണം. കാരണം ഈ ഒരു സാധനം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ അത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കാൻ സിമ്പിളായുള്ള കാര്യം എന്താണ്? ഓഡ് ഡേയ്സ് എന്ന കോൺസെപ്റ്റ് എന്താണ്? വീക്ക് കംപ്ലീറ്റ് ആവാത്ത ബാക്കിയുള്ള ദിവസങ്ങളിലാണ് എന്ന് പറയുന്നത് ഓഡ് ഡേയ്സ് പറയുന്നത്. മേ ബി ക്വസ്റ്റ്യൻ അനുസരിച്ച് മേ ബി എന്താ? മന്ത്ലി ആവാം, ഇയർലി ആവാം, എത്രയോ ഇയർ കൂടുമ്പോൾ ആവാം. ഡിപ്പെൻഡ് അപ്പോൺ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും 7 ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ട് ബാക്കി വരുന്ന ഡേയ്സ് ആണ് എന്ത്? 7 ഡേയ്സിലേക്കും കൂടി എത്താത്ത ഡേയ്സ് ആണ് എന്ത്? ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പിന്നെ അടുത്തൊരു കോൺസെപ്റ്റ് ആണ്. അതായത് ഇത് എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം ഇങ്ങനെ പഠിച്ചാൽ മതി. നമുക്ക് കിട്ടുന്ന ഓഡ് ഡേയ്സ്, അതായത് ഓഡ് ഡേ 0 ആണ് കിട്ടിയിട്ടില്ലെങ്കിൽ ചെയ്തു തരാം. എന്താണ്? അതൊരു സൺഡേ ആയിരിക്കും. 1 ആണെങ്കിൽ എന്താണ്? അതൊരു മൺഡേ ആയിരിക്കും. 2 ട്യൂസ്ഡേ, 3 വെനസ്ഡേ, 4 തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അതായത് ഓഡ് നമ്പേഴ്സിന്റെ കൗണ്ടിനനുസരിച്ച് ഓരോ ഡേ നമുക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കി വെച്ചാൽ മതി. 0 സൺഡേ ആണ്, 6 സാറ്റർഡേ. അപ്പോൾ അതിൻ്റെ അടുക്കുള്ള ഓരോ ഇതില്ലേ, അത് നോക്കി വെച്ചാൽ മതി. ഇത് നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് നോക്കി വെക്കുക. കാരണം ഇത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്തുള്ളത്? ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താണ്? ഒന്നുകൂടി ക്ലിയർ ആവും. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ട് വാസ് ദ ഡേ ഓഫ് ദ വീക്ക് 16 ജൂലൈ 19? അതായത് 1976 ജൂലൈ 16 ഏത് വീക്കിൽ ഏത് ഡേ ആയിരിക്കും? ഓക്കെ, എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് കാണേണ്ടത് എത്ര ഓഡ് ഡേയ്സ് ഉണ്ട് എന്നാണ്. ഓഡ് ഡേയ്സിന് അനുസരിച്ച് നമുക്ക് ഏത് വീക്കിൽ ഏത് ഡേ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു ടേബിളിലായിരുന്നു. 0 ആണെങ്കിൽ സൺഡേ ആണ്, 1 ആണെങ്കിൽ മൺഡേ ആണ്. ആ ഒരു ടേബിൾ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ എന്താ കാണേണ്ടത്? വീക്ക് ആ ഒരു ഇയറിൽ ആ തന്ന ഡേറ്റിൽ എത്ര ഓഡ് ഡേയ്സ് വരുന്നുണ്ടെന്ന് കാണണം. ഓക്കെ, ഇപ്പോൾ 1776 തന്നുള്ളത്. ഇവിടെ 1776 16 ജൂലൈ ആണ്. അതായത് ആ 1776 എന്ന ഇയർ കംപ്ലീറ്റ് ആവുന്നില്ല. അതിൻ്റെ ജൂലൈ 16 വരെയുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ അതെങ്ങനെ എഴുതാം നമുക്ക്? 1775 പ്ലസ് എന്തായിരിക്കും 1 Jan to 16th ജൂലൈ എന്തായിരിക്കും? 1776 ആയിരിക്കും. അതായത് 1775 പ്ലസ് എന്തായിരിക്കും അതുവരെയുള്ള ഓഡ് ഡേയ്സ് പ്ലസ് 1 Jan മുതൽ 16 ജൂലൈ 1776 വരെ ഓഡ് ഡേയ്സ് കണ്ടാൽ മതി. ഇങ്ങനെ കാണുന്നതായിരിക്കും എളുപ്പം. ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് എന്ത് കാണാം? ഈ ഒരു സാധനം കണ്ടു നോക്കാം. ഈ 1775 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1600 പ്ലസ് ഒരു കൂടിപ്പോയി 1600 പ്ലസ് 100 പ്ലസ് 75 അല്ലേ? 1600 പ്ലസ് 100 പ്ലസ് 75 ആണ് എന്ത്? 1775 വരുന്നത്. അപ്പം ഈ 1600 ഇതിൻ്റെ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എത്ര ആയിരിക്കും? 0 ഓഡ് ഡേയ്സ് ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞിട്ട് 400 മൾട്ടിപ്ലൈ ആയിട്ട് വരുന്ന ഏത് സെഞ്ചുറി എടുത്താലും എന്തായിരിക്കും? നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്തിനാ കണ്ടത്? 100ൻ്റെതാണ്. 100ൻ്റെ എത്ര ആയിരിക്കും? നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞിട്ടുണ്ട് 100ന് എന്തായിരിക്കും? 5 ഓഡ് ഡേ ആയിരിക്കും ഒരു 100 ഇയർ എടുത്താൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എത്രയാണ്? 5 ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് 75 ആണ്. അപ്പോൾ 75 ഫസ്റ്റ് നമ്മൾ എന്താക്കണം? അതിൻ്റെ അകത്ത് എത്ര ലീപ് ഇയേഴ്സ് ഉണ്ട് നോക്കണം, എത്ര ഓർഡിനറി ഇയേഴ്സ് ഉണ്ട് നോക്കണം. ലീപ് ഇയേഴ്സ് നോക്കാൻ എന്താ ചെയ്യേണ്ടത്? സിമ്പിളി എത്ര പ്രാവശ്യം 4 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കിയാൽ മതി. എത്ര വരിക? 18 വരിക. അപ്പോൾ 75 എങ്ങനെ എഴുതാൻ പറ്റും? 18 ലീപ് ഇയർ പ്ലസ് എന്താണ്? 57 ഓർഡിനറി ഇയേഴ്സ് ആയിരിക്കും. ഈ രീതിക്ക് എന്ത് എഴുതാൻ പറ്റും? 75 എഴുതാൻ പറ്റും. നമ്മൾ എന്താ ചെയ്തത്? 75 എത്ര പ്രാവശ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കി. ആ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്തായിരിക്കും? അതായിരിക്കും നമ്പർ ഓഫ് ലീപ് ഇയേഴ്സ്. ബാക്കി 75 ആ നമ്പർ കുറച്ചാൽ എന്തായിരിക്കും? ഓർഡിനറി ഇയേഴ്സ് കിട്ടും. ഓക്കെ, അപ്പം എന്താണ്? 18. ഈ 18-നകത്ത് ഓരോ ലീപ് ഇയറിനകത്ത് എത്ര ഓഡ് ഡേയ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? 2 ഓഡ് ഡേ ഉണ്ട് പറഞ്ഞത്. അതായത് ഒന്നാമത്തെ ലീപ് ഇയർ 2 ഓഡ് ഡേ ഉണ്ടാവും, രണ്ടാമത്തെ ഉണ്ടാവും, മൂന്നാമത്തെ ഉണ്ട്. അങ്ങനെ ഓരോ ഇയറിൽ എന്തുണ്ടാവും? 2 ഓഡ് ഡേയ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പം ഈ 18 ഇയറിലേക്കാണ് എന്ത് ചെയ്താൽ മതി? 18നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പ്ലസ് എന്താണ്? സോറി, ഇവിടെ 570 അല്ല, 57 ആണ്. 57 ഓർഡിനറി ഡേയ്സ് ആണ്. 0 ആക്കി എടുക്കരുത്. ഓർഡിനറി ഡേയ്സിൻ്റെ ഓൺ ആണ് ഇട്ടത് കേട്ടോ. ഓക്കെ, അപ്പം പിന്നെ അതുപോലെ തന്നെ 57 ഓർഡിനറി ഡേയ്സിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 1 ആണ് പറഞ്ഞിട്ടില്ല. അപ്പം 57 എണ്ണത്തിന് കാണാൻ എന്ത് ചെയ്യും? 57 × 1 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എത്ര ഉണ്ടാവും? 36 ഉണ്ടാവും പ്ലസ് 57 ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി ഏഡ് ചെയ്തിട്ട് എത്ര വീക്ക് കൂടി എടുക്കാൻ പറ്റും നോക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയി നോക്കാം. ഡയറക്റ്റ് ആയി നോക്കുന്നതായി കുറച്ച് എളുപ്പം, കാരണം കാൽക്കുലേഷൻ നമുക്ക് കുറച്ച് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ 36 പ്ലസ് 57 അല്ലേ? ഈ 36-നകത്ത് എത്ര പ്രാവശ്യം 7 പോവും? 5 35 അപ്പം ബാക്കി എത്ര ഉണ്ടാവുക? 1 ഉണ്ടാവും. 35-ന് 36-ലേക്ക് 1 അല്ലേ ഉള്ളത്. അപ്പം കംപ്ലീറ്റ് 35 ഡേയ്സ് കൊണ്ട് എന്താവും? 5 വീക്ക് കംപ്ലീറ്റ് ആവും. ബാക്കി ഓഡ് ഡേ എത്ര ഉണ്ടാവുക? 1 ഡേ ആണ് ഉണ്ടാവുക. 1 പ്ലസ് 57 എന്താണ്? 7 49 8 56 വരും. അതായത് 8 വീക്ക് കംപ്ലീറ്റ് ആവും, 56 ദിവസം. ബാക്കി എത്ര ഡേ ഉണ്ടാവും? 1 ഡേ ഉണ്ടാവുക ഓഡ് ഡേ ആയിട്ട്. അത് 1 ഉണ്ടാവുക. എത്ര ഉണ്ടാവും? അപ്പോൾ ടോട്ടൽ 2 എന്താണ്? ഓഡ് ഡേയ്സ് ആണ്. ഏതിൻ്റെ ഒക്കെ കൂടി വരുന്നത്? 1600 100 പിന്നെ ഏതാണ്? 75. ആ ടോട്ടലി എത്രയാണ്? ഇതായിരിക്കും. അപ്പോൾ 1775-ൻ്റെ കേസ് എടുത്താൽ 1775-ൻ്റെ കേസ് എടുത്താൽ എത്ര ടോട്ടൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടാവും? 1600 എത്രയാണ്? 0 ആണ്. പ്ലസ് എന്താണ്? 100-ൻ്റെത് 5 ആണ്. പ്ലസ് 75-ന് എത്ര പറഞ്ഞത്? നമ്മൾ 2 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 7 ആണ്. അതായത് അതിൻ്റെ എല്ലാം കൂടി ആഡ് ചെയ്ത് തരും. 1 വീക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ അവിടെ ഓഡ് ഡേയ്സ് ഉണ്ടാവുമോ? ഇല്ല. ഇവിടെ ഓഡ് ഡേയ്സ് എത്ര ആയിരിക്കും? 0 ഓഡ് ഡേയ്സ് ആയിരിക്കും. കാരണം 7 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 1 വീക്ക് കംപ്ലീറ്റ് ആയല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു 1775 വരെ നോക്കി എത്ര ഓഡ് ഡേയ്സ് ഉണ്ടാവും? 0 ഓഡ് ഡേയ്സ് ആയിരിക്കും. പക്ഷെ നമുക്ക് എന്തുകൂടി കാണാണ്ട്
1 ജാൻ മുതൽ 16 ജൂലൈ 1076 വരെയുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1 ജാൻ അത് നമുക്ക് ചെയ്തു നോക്കാം. ജാന്, ഫിബ്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂലൈ വരെയല്ലേ ചോദിച്ചിട്ടുള്ള ജൂലൈ. ഓക്കെ, മെയ്, ജൂൺ, ജൂലൈ. ഈ 1776 എന്താണ്? ലീപ്പ് ഇയർ ആണോ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ആ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് എന്താണ്? അത് ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ലീപ്പ് ഇയർ ആണ് നമ്മൾ എന്താ നോക്കേണ്ടത്? ജാൻ എത്ര ഉണ്ടാവും? 31 ദിവസം ഉണ്ടാവും. ഫെബ്രുവരിയോ ലീപ്പ് ഇയർ ആയതുകൊണ്ട് എത്ര ദിവസം ഉണ്ടാവും? 28 ആയിരിക്കില്ല, 29 ആയിരിക്കും. ഓക്കെ, മാർച്ച് എന്തുണ്ടാവും? 31 ആയിരിക്കും. ഏപ്രിൽ 30, മെയ് 31, ജൂണ് 30, ജൂലൈ എത്ര വരെയാണ് ചോദിച്ചത്? 16 വരെയാണ്. അപ്പോൾ ജൂലൈ 16. നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എത്ര പ്രാവശ്യം ചെയ്യാൻ ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കാം. അല്ലെങ്കിൽ സിമ്പിളി എന്ത് ചെയ്താൽ മതി? ഓരോന്നിൻ്റെ സിമ്പിളായിട്ട് നോക്കിയാൽ അപ്പം ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 31 പറയുമ്പം 3, 21, 4, 28 വരും. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 3 ഓഡ് ഡേയ്സ് ഉണ്ടാവും. 29 എന്ന് പറയുമ്പോൾ 28 കഴിഞ്ഞ് ബാക്കി 1 ഉണ്ടാവും. ഇവിടെ 3 ഉണ്ടാവും. ഇവിടെ എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. 3, 2, ഇവിടെ ബാക്കി 2 ഉണ്ടാവും. കാരണം 14 കഴിഞ്ഞാൽ ബാക്കി 2 അല്ലേ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇടയിൽ എത്ര ഉണ്ടാവും? 3ഉം 6ഉം 6ഉം 1ഉം 7. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ എന്തുണ്ടാവും? ഒരു വീക്കായി കിട്ടി. അപ്പോൾ ഓഡ് ഡേയ്സ് 0 ആയി. പിന്നെ അടുത്ത കേസ് 2, 3, 5, 5, 2 7 അല്ലേ? അപ്പം അതും കൂട്ടി ഒരു വീക്കായി, ഓഡ് ഡേയ്സ് 0 ആയി. പിന്നെ ബാക്കി എത്ര വരുന്നത്? 2 ഓഡ് ഡേ ആണ്. 2 ഓഡ് ഡേ ആണെങ്കിൽ എന്തായിരിക്കും? 0 ആണെങ്കിൽ സൺഡേ, 1 ആണെങ്കിൽ വൺഡേ, 2 ആണെങ്കിൽ ഏതായിരിക്കും? ട്യൂസ്ഡേ. നമ്മുടെ ആൻസർ എന്താണ്? ട്യൂസ്ഡേ ആണ്. ഓക്കെ, എന്താ ചെയ്തതെന്ന് ജസ്റ്റ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മളോട് ചെയ്തത്, നമ്മൾ ചോദിച്ചത് 1776 ജൂലൈ 16 കേസാണ്. അപ്പം നമുക്ക് എന്താണ് സിമ്പിളായി ചെയ്യാൻ വേണ്ടി 1775 പ്ലസ് 1 ജാൻ മുതൽ ആ ജൂലൈ. കാരണം ഈ 1776 കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പോൾ ഒരിക്കലും നമുക്കൊരു ഇയറാക്കി അത് എടുക്കാൻ പറ്റില്ല. അത് മന്തിൻ്റെ ബേസിൽ മാത്രമേ ഓഡ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് എടുത്തു? 1775 കേസ് എടുത്തു. അതിനെങ്ങനെ എഴുതാം? 1600 പ്ലസ് 100 പ്ലസ് 75. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ 400 മൾട്ടിപ്പിൾ ആണെങ്കിൽ ഓഡ് ഡേയ്സ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. നമ്മൾ എഴുതി ഓരോ 100 ഇയറിൻ്റെ എത്രയാണ്? 5 ആണ്. അപ്പോൾ 100ൻ്റെ എത്ര വരും? 5 ഓഡ് ഡേയ്സ് വരും. പിന്നെ 75 കേസ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? എത്ര ലീപ്പ് ഇയർ ഉണ്ട് നോക്കണം. അതുപോലെ തന്നെ എത്ര ഓർഡിനറി ഇയർ ഉണ്ട് നോക്കണം. നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് കിട്ടും? 18 ലീപ്പ് ഇയർ ഉണ്ടെന്ന് കിട്ടി. അതുപോലെ തന്നെ 57 ഓർഡിനറി ഇയർ ഉണ്ടെന്ന് കിട്ടി. അപ്പം ഓരോ ലീപ്പ് ഇയറിലും 2 ഓഡ് ഡേയ്സ് ഉണ്ട്. അപ്പോൾ 18 × 2 ചെയ്തു. ഓർഡിനറി ഇയർ ആണെങ്കിൽ എന്താണ്? ഒറ്റ ഓഡ് ഡേ ഉണ്ടല്ലോ. അപ്പം 57 × 1 ചെയ്തു. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. ഇത് നമുക്ക് എന്തെടുക്കാം? ഇതിപ്പം കംപ്ലീറ്റ് A കൊണ്ട് ഇതാക്കിയാൽ ബാക്കി ഒരു ഓഡ് ഡേ ഉണ്ടാവും. 2 കേസിൽ ഓരോ ഓഡ് ഡേ ഉണ്ട്. അപ്പോൾ 2 ഓഡ് ഡേയും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2 ഓഡ് ഡേ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 1775 മൊത്തം കേസ് എടുത്ത് നോക്കിയാൽ 1600 0 ആണ്, 100 5 ആണ്, പ്ലസ് 75 2 ഓഡ് ഡേ. അപ്പം മൊത്തം എന്ത് കിട്ടും? 7 ഓഡ് ഡേ എന്ന് കിട്ടും. 7 ഓഡ് ഡേ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഓഡ് ഡേ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പം 1775 വരെയുള്ള എന്തായിരിക്കും? നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് 0 ആയിരിക്കും. പിന്നെ ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 1776 ജാൻ മുതൽ 16 ജൂലൈ വരെയുള്ള കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ കാൽക്കുലേറ്റ് എന്താണ്? ജനുവരി 31, ഫെബ്രുവരി 28 ആയിരിക്കില്ല, 29 ആയിരിക്കും. കാരണം 1776 എന്താണ്? ലീപ്പ് ഇയർ ആണ്. നമ്മൾ കണ്ടു 1776 4 കൊണ്ട് ഡിവൈഡ് നോക്കിയപ്പോൾ കംപ്ലീറ്റ് ഡിവിസിബിൾ ആണ്. അപ്പോൾ എന്തായിരിക്കും? ലീപ്പ് ഇയർ ആയിരിക്കും. ഓക്കെ, അപ്പം ഫെബ്രുവരി 29 എഴുതി, മാർച്ച് 31 എല്ലാം നമ്പർ ഓഫ് ഡേയ്സ് എഴുതി. ഇപ്പം ഫെബ്രുവരി ജാൻ 31 ഡേയ്സ് ആണുള്ളത്. അപ്പം 28 വരെ പോകും. അതായത് 4, 28 ആണ്. ബാക്കി എത്ര ഉണ്ടാവുക? ഓഡ് ഡേയ്സ് ആയിട്ട് 3 ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിൻ്റെ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എടുത്ത് എഴുതി. അപ്പം ഇതിൻ്റെ അകത്ത് 3ഉം 1ഉം 3ഉം 7 കിട്ടിയല്ലോ. അപ്പം 7 ഡേയ്സ് ആയി. അപ്പോൾ അതിൻ്റെ ലീപ്പ് ഇയർ 0 ആയി. പിന്നെ നെക്സ്റ്റ് കേസ് 2, 3, 2 എടുത്തു. അപ്പം അതിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് എത്ര ഉണ്ടാവും? 7 വരും. ഒരു ഇതാക്കി. പിന്നെ ബാക്കി ലീപ്പ് ഇയർ അല്ല ഓഡായിട്ട് വരുന്ന ഏതായിരിക്കും?
ഒരു 2 days ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് 7ലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പം ബാക്കി വരുന്ന ഓഡ് ഡേയ്സ് ടോട്ടലി 2 day ആയിരിക്കും. അപ്പം 2 day ഓഡ് ഡേ വന്ന എന്താണ്, അത് ട്യൂസ്ഡേ ആയിരിക്കും, മൺഡേ ട്യൂസ്ഡേ ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ചോദിക്കും ഇതിൻ്റെ ആഡ് ചെയ്യേണ്ടത്, ആക്ച്വലി ഇതെന്താണ് 0 നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആഡ് ചെയ്താലും 2 തന്നെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാവണം, കാരണം ഈ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് ഇതിനകത്തുള്ള എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത്. ഓക്കെ.